ഹായ് ഹലോ മക്കളെ, യെസ് അവന മിസ്സാണ്. അപ്പോൾ ഇന്ന് മിസ് വന്നേക്കുന്നത്, മിസ് കഴിഞ്ഞ പ്രാവശ്യം ഒരു വീഡിയോ ഇട്ടായിരുന്നു അല്ലേ? എന്തായിരുന്നു നമ്മൾ അതേ വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ അതുപോലെ തന്നെ സെക്ഷൽ റീപ്രൊഡക്ഷൻ അല്ലേ, നമുക്ക് എക്സാമിന് ചോദിക്കാവുന്ന നമ്മളെ ഫസ്റ്റ് ചാപ്റ്റർ അല്ലേ. നമ്മൾ ഏതായിരുന്നു ഫസ്റ്റ് ചാപ്റ്റർ? ഇതാ ടുവാർഡ്സ് എ 100-fold yield അല്ലേ, വിളയിക്കാം 100 മേനി എന്ന് പറഞ്ഞ ഈ ഒരു ചാപ്റ്ററിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ടോപ്പിക്ക് മിസ് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, മുന്നേ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു എൻ്റെ മക്കൾക്ക്. അപ്പോൾ അതുപോലെ തന്നെ ഇല്ല ഒരു രണ്ടാമത്തെ ഇമ്പോർട്ടൻ്റ് ആയ ടോപ്പിക് ആട്ടോ മിസ് ഇപ്പോൾ പറയാൻ പോകുന്നത്. അപ്പോൾ എൻ്റെ മക്കൾ ശ്രദ്ധിച്ചിരിക്കാം. ഓക്കെ, അപ്പൊ നമുക്കറിയാം നമുക്ക് രണ്ട് ടൈപ്പ് പരാഗണമുണ്ട്, രണ്ട് ടൈപ്പ് പോളിനേഷൻ ഉണ്ട് അല്ലെ. നമുക്കറിയാം ഏതൊക്കെ ആയിരുന്നുടാ. ഒന്നാമതാണ് സ്വപരാഗണം അല്ലെ, സ്വപരാഗണം. പിന്നെ എന്താ പരപരാഗണം. എന്താ സ്വപരാഗണം എന്ന് പറഞ്ഞാൽ സെൽഫ് പോളിനേഷൻ, പരപരാഗണം എന്താണ് ക്രോസ് പോളിനേഷൻ. ഓക്കെ, അപ്പൊ നമുക്കറിയാം മൂന്നാമതൊരു പോളിനേഷൻ കൂടി അല്ലെ, മൂന്നാമതൊരു പരാഗണം കൂടി നമ്മൾക്ക് പഠിക്കാനുണ്ട്, അല്ലെങ്കിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ എൻ്റെ മക്കൾ കേട്ടിട്ടുണ്ട്. ഏതായിരുന്നു? യെസ്, ആർട്ടിഫിഷ്യൽ പോളിനേഷൻ. എന്താ? കൃത്രിമ പരാഗണം. ഈ കൃത്രിമം അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ എന്ന് പറഞ്ഞ വേർഡ് തന്നെ നിങ്ങൾക്ക് എന്തായിട്ടുണ്ടാവും, മനസ്സിലായിട്ടുണ്ടാവും. നമ്മളായിട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ് അല്ലേ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, അതൊന്ന് സിമ്പിളാക്കി പഠിക്കാം. ആദ്യം എന്തുണ്ട്, ഒരു പൂവുണ്ട് കേട്ടോ. ആദ്യൊരു പൂവുണ്ട്. ആ പൂവിൽ എന്തുണ്ടാവും? കേസരങ്ങൾ ഉണ്ടാവില്ലേ, അതായത് ചെറിയ ചെറിയ പൂമ്പൊടികൾ ഉണ്ടാവില്ലേ, സ്റ്റേമൻസ് ഉണ്ടാവില്ലേ. നമ്മൾ ആദ്യം എന്ത് ചെയ്യുന്നു, ആ കേസരങ്ങളെ അല്ലെങ്കിൽ ആ ഒരു സ്റ്റേമൻസ് നമ്മൾ എന്ത് ചെയ്യുന്നു എന്നറിയോ, റിമൂവ് ചെയ്യാം. എന്തിനു വേണ്ടിയിട്ടാണ് റിമൂവ് ചെയ്യുന്നത്? അതെ, എന്താണ് അത് അവിടെ തന്നെ വീണ് മുളക്കാതിരിക്കാൻ. നമുക്ക് വേറൊരു ചെടീൻ്റെ ഗുണങ്ങളൊക്കെ വേണം അല്ലേ. അപ്പം അത് അവിടെ തന്നെ വീണ് മുളക്കാതിരിക്കാനും, അതുപോലെ എന്താണ് അതിലേക്ക് വേറൊന്നും വരാണ്ടിരിക്കാനും, എന്താ പറയാ, നമുക്ക് സ്വപരാഗണം തടയാൻ വേണ്ടിയിട്ട് അല്ലെ, സെൽഫ് പോളിനേഷൻ തടയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ആ പൂവിന്റെ കേസരങ്ങൾ അല്ലെങ്കിൽ സ്റ്റേമൻസ് നമ്മൾ എന്ത് ചെയ്തു, ഇതുപോലെ നമ്മൾ മെല്ലെ എന്ത് ചെയ്തു, റിമൂവ് ചെയ്തു. ഓക്കെ, എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും, ആ പൂവിന് നമ്മൾ പ്ലാസ്റ്റിക് കവറിൽ എന്ത് ചെയ്യും, കെട്ടിവെക്കും. പ്ലാസ്റ്റിക് കവർ കൊണ്ട് ഇങ്ങനെ ഒരു പോളിത്തീൻ കവർ കൊണ്ട് നമ്മൾ എന്ത് ചെയ്യും, ആ പൂവിനൊന്ന് കവർ ചെയ്ത് വെക്കും. എന്തിനായിരിക്കും? അതെ, ഒരു ഇൻസെക്റ്റും ഒരു പ്രാണിയും ഒരു പൂമ്പാറ്റോ ഒരു ബട്ടർഫ്ലൈ ഒന്നും എന്ത് ചെയ്യാൻ പാടില്ല, അതിലേക്ക് വരാൻ പാടില്ല അല്ലേ. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും, വേറൊരു പൂവിൻ്റെ അടുത്ത് പോകും, ഒരു നല്ല ഗുണമുള്ള പൂവിൻ്റെ അടുത്ത് നമ്മൾ പോകും അല്ലേ. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും, അതിൻ്റെ കേസരങ്ങൾ അല്ലെങ്കിൽ അതിൻ്റെ സ്റ്റേമൻസ് ചെറിയ ബ്രഷ് വെച്ച് നമ്മൾ എന്ത് ചെയ്യും, എല്ലാം അറിയാണ്ട് ഇങ്ങനെ നമ്മൾ എന്ത് ചെയ്യും, അതിനെ കളക്ട് ചെയ്യും അല്ലേ. നോക്കടാ, വേറൊരു പൂവാട്ടോ ഇത് നമ്മളെ പൂവ്. ആ പൂവിനാണ് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത്, കവർ ചെയ്തിട്ടുള്ളത് അല്ലേ. വേറൊരു പൂവിൻ്റെ ചെറുതായിട്ട് അതിൻ്റെ കേസരങ്ങൾ അല്ലേ, അതിൻ്റെ കേസരങ്ങൾ നമ്മൾ എന്ത് ചെയ്യും, ഈ ബ്രഷിൽ നമ്മൾ ശേഖരിക്കുക കേട്ടോ, കളക്ട് ചെയ്യുകയാണേ. സ്റ്റേമൻസ് നമ്മൾ ഈ ബ്രഷിൽ നമ്മൾ എന്ത് ചെയ്യും, കളക്ട് ചെയ്യും. എന്നിട്ട് നമ്മൾ മെല്ലെ പോയിട്ട് നമ്മൾ ഈ ഒരു കെട്ടിവെച്ച പൂവില്ലേ, കെട്ടിവെച്ച പൂവിൽ മെല്ലെ ആ ബ്രഷ് കൊണ്ട് അതിൻ്റെ കേസരങ്ങൾ അതിലായി കൊടുക്കും അല്ലേ. എന്തിനു വേണ്ടിയിട്ടാ? നല്ല പൂവുണ്ടാവണം, അതിന് വേണ്ടിയിട്ടല്ലേ. ആ ഒരു കേസരങ്ങൾ നമ്മൾ ആ ഒരു കവറൊക്കെ തുറന്നിട്ട് എന്ത് ചെയ്യും, അതിലാക്കി കൊടുക്കും. എന്നിട്ട് നമ്മൾ പിന്നെ എന്ത് ചെയ്യും, ആ ഒരു പൂവിനെ നമ്മൾ കെട്ടിവെക്കും. എന്തുകൊണ്ടാ? ഇനി വേറെ ഒന്നിനും കേസരങ്ങളോ വേറെ ഒരു ഇൻസെക്റ്റും ആ ഒരു പൂവിൽ വരാൻ വേണ്ടി പാടില്ല, അതുകൊണ്ടാണ് അല്ലേ. അപ്പൊ ഇതിനെയാണ് നമ്മൾ എന്ത് പറയാ, ആർട്ടിഫിഷ്യൽ പോളിനേഷൻ അല്ലെങ്കിൽ കൃത്രിമ പരാഗണം എന്ന് പറയാം. നമുക്കൊന്നുകൂടി പറയാം. നമ്മൾ എന്നുള്ളൊരു പൂവ് എടുത്തിട്ടുണ്ട്. ആ പൂവിൻ്റെ ഇതുപോലെയുള്ള കേസരങ്ങൾ അല്ലേ, സ്റ്റേമൻസ് നമ്മൾ എന്ത് ചെയ്യും, ഇങ്ങനെ ഒരു മെല്ലെ ഒരു ക്ലിപ്പ് കൊണ്ട് നമ്മൾ റിമൂവ് ചെയ്ത് വെക്കും. എന്നിട്ട് നമ്മൾ ആ എന്നുള്ള പൂവ് എന്ത് ചെയ്യും, നമ്മൾ ഇങ്ങനെ ഒരു പ്ലാസ്റ്റിക് കൊണ്ട് കവർ ചെയ്ത് വെക്കും. ഓക്കെ, അപ്പോഴാണ് നമ്മൾ ബി എന്ന് പറഞ്ഞൊരു നല്ല സുന്ദരിയായ അല്ലെങ്കിൽ സുന്ദരനായിട്ടുള്ളൊരു പൂവ് നമ്മൾ കണ്ടത് അല്ലേ. അപ്പോൾ ബിയിൽ പോയിട്ട് അതിൻ്റെ കേസരങ്ങൾ നമ്മൾ എന്ത് ചെയ്യും, ഇങ്ങനെ ബ്രഷിൽ കളക്ട് ചെയ്യും അല്ലേ. അതായത് സ്റ്റേമൻസ് നമ്മൾ ബ്രഷിൽ കളക്ട് ചെയ്യും. എന്നിട്ട് നമ്മൾ എയിലെ പൂവ് അല്ലേ, പൂവാണ് ഇത്. അതായത് നമ്മൾ എൻ്റെ കവറൊക്കെ കഴിച്ചിട്ട് അതിലേക്ക് ഇങ്ങനെ ആക്കി കൊടുക്കും അല്ലേ, ആ ഒരു സ്റ്റേമൻസ് ആക്കി കൊടുക്കും. എന്നിട്ട് പിന്നെയും എനെ നമ്മൾ എന്ത് ചെയ്യും, കവർ ചെയ്യും. ഓക്കെ, ഇതാണ് ആർട്ടിഫിഷ്യൽ പോളിനേഷൻ അല്ലെങ്കിൽ കൃത്രിമ പരാഗണം. എൻ്റെ മക്കൾ പഠിക്കേണ്ട കാര്യം മിസ് ഈ പറഞ്ഞെന്ന പോലെ നിങ്ങൾ ഓർത്ത് വെക്കുക. ഓക്കെ, എന്നിട്ട് നിങ്ങൾ ഓരോ സ്റ്റെപ്പ് ഇവിടെ 1 2 3 4 5 സ്റ്റെപ്സ് ആണുള്ളത്. എൻ്റെ മക്കൾ ആ ഒരു സ്റ്റെപ്സ് കറക്റ്റ് ഓർത്ത് വെക്കുക. ഈ സ്റ്റെപ്സ് ആയിരിക്കും നിങ്ങൾക്ക് എന്ത് ചെയ്യുക എക്സാമിന് ചോദിക്കാവുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്കറിയാം നെക്സ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു 3 ടോപ്പിക്കാണ് പതിവയ്ക്കൽ അഥവാ ലെയറിങ്, കമ്പൊട്ടിക്കൽ അഥവാ ഗ്രാഫ്റ്റിംഗ്, മുകുളമൊട്ടിക്കൽ അഥവാ ബഡ്ഡിങ്. ഇത് 3 നിങ്ങൾക്ക് ഈ ഒരു ചാപ്റ്റർ വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു ടോപ്പിക്കാണ്. ഇതിൽ ഏതാണ് നിങ്ങൾക്ക് വേണ്ടതെന്ന് എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. ഏതാണ് വേണ്ടതെന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. നിങ്ങൾ അല്ലെങ്കിൽ ഇതിൻ്റെ ഫസ്റ്റ് ലെറ്റേഴ്സ് ഒന്ന് കമൻറ്റ് ചെയ്താലും മതി. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോ മിസ് അതിനെക്കൊണ്ടായിരിക്കും ചെയ്യുന്നുണ്ടാവുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് അടിപൊളിയായിട്ടൊരു ചാൻസ് ഉണ്ട്. നിങ്ങൾ ആലോചിക്കുക, ഈ ഒരു പ്രൈസിൽ നമ്മളെ ബാച്ച് ഇപ്പോൾ
ഇതാ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. നമ്മൾ ബാച്ച് ഉണ്ട്. നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും അടിപൊളിയായിട്ട് മിസ്സിൻ്റെ കൂടെ എല്ലാം ഇവിടുത്തെ അടിപൊളിയായിട്ട് ബാക്കിയുള്ള എജുപോർട്ടിൻ്റെ ഫാക്കൽറ്റീസിൻ്റെ കൂടെ പഠിക്കാൻ പറ്റും. നിങ്ങൾക്ക് റെക്കോർഡ് ക്ലാസ് ഉണ്ട്. നിങ്ങൾ ഒട്ടും ലേറ്റ് അല്ല കേട്ടോ, ലേറ്റ് അല്ല. നമുക്ക് ബേസ് തൊട്ടേ പഠിക്കേണ്ടതുണ്ട്. അതുപോലെ 7ാം ക്ലാസ്സിലെ മക്കളാണ്, USS ഒക്കെ ഉണ്ട്. നമുക്ക് എല്ലാവർക്കും US കിട്ടണം അല്ലേ. LS കിട്ടിയോ ഇല്ലയോ എന്നുള്ള കാര്യമൊക്കെ പോട്ടെ, നമ്മൾ 7ാം ക്ലാസ്സിലെ മക്കളായി നമ്മൾ സ്വന്തമായിട്ട് പഠിക്കാനുള്ള ഒരു സ്റ്റേജൊക്കെ എത്തിയിട്ടുണ്ട്. അപ്പം നമുക്ക് എല്ലാവർക്കും എന്ത് വേണം മക്കളെ, USS കിട്ടണം അല്ലേ, US കിട്ടണ്ടേ. അപ്പോൾ നമ്മൾ ചാനലൊന്ന് എന്ത് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളാം. അതുപോലെ തന്നെ നമ്മളെല്ലാ വീഡിയോസും കണ്ടോളാം. നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് മാത്രമേ വരുള്ളൂ കേട്ടോ. അപ്പോൾ എന്ത് ചെയ്യുക, നമ്മളെ ബാച്ചിലേക്ക് ജോയിൻ ചെയ്തോളാം. നമ്മൾ നല്ല സെറ്റാക്കിയിട്ട് ഓരോ ചാപ്റ്ററും 1 by 1 നമുക്ക് പഠിക്കണം. അപ്പോൾ മാത്രമേ നമുക്ക് US ഒക്കെ കിട്ടുള്ളൂ. അപ്പോൾ എന്ത് ചെയ്യുക, വേഗം തന്നെ ജോയിൻ ചെയ്തോളൂ. മിസ് വെയിറ്റിംഗ് ആണ് എൻ്റെ മക്കളെ, മിസ് വെയിറ്റിംഗ് ആണ് കേട്ടോ. അപ്പോൾ see you.